എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. സെറ്റാണ്. ഇനി പോവാം. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ്. നമുക്ക് ഒരാൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ഞാൻ പിള്ളേരുടെ പറഞ്ഞേക്കുന്നത് ജോലിക്ക് പോവാന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കല്ല് വയ്ക്കുന്നത് വേറെ കൺട്രി ജോലിക്ക് പോകുമ്പോൾ അവിടെ ഓഫീസുണ്ടോ, അപ്പോൾ എവിടെ താമസിക്കും? ഞാൻ പറഞ്ഞു അവർ ഓഫീസർ അവരില്ല വേറെ ഫുള്ള് ചില്ലിങ് മോഡ്. ഇതാണ് ഏഞ്ചൽ. എല്ലാവരും പെണ്ണാന്ന് വിചാരിക്കും, പക്ഷെ ചെറുക്കനാണ്. തുറക്കടേ മാറ. മറ്റേ ഇവളില്ലേ സുകുമാരി, എല്ലാരും വെച്ചാൽ അപ്പോഴാണ് സുകുമാരി. നമ്മള് പാസ് ചെയ്തിരുന്നു. ഞങ്ങൾ കഷ്ടതയിലാണ്. എവിടെയോ പോവാ. ദീപു വിളിക്കുന്നത് ഞങ്ങൾ പോകുന്നു. ഞാനുണ്ട് ഗൈസ്. ഞങ്ങളെല്ലാവരും ഉണ്ട് ഗൈസ്. ഇനി 2-3 ടീംസ് വരാനുണ്ട് ഗൈസ്. ഉണ്ട്. المحطة القادمة هي الخيل. The next station is الخيل. يرجى من الركاب المتجهين إلى شاطئ جميرة. അബുദാബി ബസ്സിൽ കയറിയിട്ടുണ്ട്. എയർപോർട്ട് ബസ്സിലാണ്. നേരെ ഇത് എയർപോർട്ടിലോട്ട് പോകും. നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ യാത്രയുണ്ട്. വണ്ടിയിലാണ് നമ്മൾ വന്നത്. എയർപോർട്ട് ഫൈനലി വി ആർ റീച്ച്. നമ്മൾ നേരെ എയർപോർട്ടിനകത്തോട്ട് പോവാം ഗൈസ്. ഇതാണ് ഗൈസ് അബുദാബി എയർപോർട്ട്. നമ്മളിനി നേരെ അകത്തോട്ട് പോകണം. ഇവിടെയാണ് ദുബായ് ബസ് വരുന്ന സ്ഥലം. ഞാൻ നല്ലോണം ഉറങ്ങി, അതാണ് കണ്ണുണ്ടോ ഗൈസ്. നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അതിന് നേരെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാം. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാം നമ്മുടെ ടീമെല്ലാം പുറകെ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് പേര് താഴെ അവിടെ ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് പോയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അവരെ വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ഇതാണ് അബുദാബി എയർപോർട്ട്. ഈ കറൻസി മാറ്റി ദറംസ് ടു ഡോളറാണ് നമ്മളാക്കിയത്. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ജോർജിയൻ ലാർ ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര നഷ്ടം വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ദുബായിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നമ്മൾ വരണമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. ഏകദേശം നമ്മൾക്ക് 9:30-ക്കാണ് ഫ്ലൈറ്റ്. ഓൾമോസ്റ്റ് 7 മണിയായിട്ടുണ്ട്. നേരെ പോയി ചെക്ക്
ചെയ്യണം അടുത്ത പരിപാടി. അപ്പോൾ നമ്മുടെ ബാഗേജൊക്കെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മുടെ വിസ് എയർ എവിടെയാണ്? വിസ് എയർ ഇനി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. വേർ ഈസ് വിസ് എയർ? അടിപൊളിയാണ് എയർപോർട്ടിനകം കാണാൻ. നമ്മുടെ ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ വിസ് എയർ. അപ്പോൾ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. എന്താണ് നമ്മൾ ചെയ്യാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. നോക്കാം, നോക്കിയിട്ട് വന്നിട്ട് പറയാം. ഇതാണ് ഞങ്ങളുടെ ഏഞ്ചൽ സാർ, മാനേജറാണ്. ക്യാമറ ഡ്രോണൊക്കെ പിടിച്ചു ഗൈസ്. പറയൂ. ഇവിടെ വീഡിയോ അലൗഡ് ആണോ എയർപോർട്ടിൽ? ചിലപ്പോൾ ആയിരിക്കൂല. അവനെ പിടിച്ചു എയർപോർട്ടുകാർ. അപ്പം നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗേറ്റിലോട്ട് പോകാം. അവിടെ നമ്മുടെ ക്യാമറയും ഡ്രോണൊക്കെ പിടിച്ച് വെച്ചായിരുന്നു. അയാളെ അവർ ഡെക്കറേറ്റ് ചെയ്ത് നോക്കിയേ. കള്ള വേറെ കൗണ്ടറിലായിരുന്നു. ദേ നമ്മളെവിടെയാണ് പോകുന്നത്? ഞങ്ങളുടെ സക്സസ്ഫുള്ളി ചെക്ക് ഇൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഹാപ്പി, നോ ടെൻഷൻ. ഓൺലി ഇനി ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് 45 മിനിറ്റ് കാര്യം വിശന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത്. ഐസ്ക്രീം കഴിക്കരുത് കുട്ടികളൊന്നും. എത്രയാണ് നോക്കടാ? അത് ഫ്രീ ആവണ്ടേ? $5 eran el regular. Eran $5 el regular. അബുദാബി എയർപോർട്ടിലാണ് ഉള്ളത്. നമ്മൾ ടൈസി എയർപോർട്ടിലോട്ട് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ജനറൽ മാനേജറായ മിസ്റ്റർ ഏഞ്ചൽ ഹലോ കൂട്ടുകാരെ ആൻഡ് റൻസിയ മുനീർ. അപ്പം എന്നാര് ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഇത് ഏതൊരു റിൻസി എന്ന് പറഞ്ഞൊരു കരിമാക്കൽ കരി. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഗേറ്റിലോട്ട്. സോ അവിടെ ചെന്ന് 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ 10 മിനിറ്റ് നമുക്ക് നമ്മുടെ വണ്ടി എടുക്കും. ഏത് വണ്ടി? ട്രെയിൻ അവിടെ എത്തുന്നതിന് മുന്നേ നമുക്ക് അവിടെ ചെല്ലണം. ബാക്കിയെല്ലാം പോകുന്ന കാണിച്ചു. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ഓൾ സെറ്റ്. Hi. Welcome on board. Hello, welcome on board. Good evening, dear passengers. Welcome to Wizz Air Abu Dhabi Flight 2. Would like to inform the guests smoking on this aircraft, including e-cigarettes, which is prohibited. Thank you for your attention. 22. നിങ്ങൾ 20 ഇവിടെ بعد الخروج من الطائرة أشدنا المقبض الأحمر بقوة لتنطفئ سترة النجاة. The live base can also be inflated by blowing into this tube. يمكن أيضا نفخ السترة عبر النفخ من خلال هذا الأنبوب. The infant live base.
മനസ്സിലാവില്ല. കൃഷ്ണ കൃഷ്ണ. ഇതാണ് കുട്ടൈസ് എയർപോർട്ടിൻ്റെ അവസ്ഥ. ഞങ്ങളുടെ കഷ്ടതയിലാണ്. മൊത്തം എടുക്കണോടാ? ഇവിടെ നിന്നാണ് മാറ്റിയത്. സിം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സിം എടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് സിം എടുത്ത് കഴിഞ്ഞാൽ 10 ചെല്ല് കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ കുറേ കടകളുണ്ട്. സിം എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്താൽ മതി. കറൻസി മാറ്റണമെന്നെങ്കിലും ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും. ഇവിടെ കുറച്ച് മാറ്റിയിട്ട് ബാക്കി പുറത്ത് വരുന്നതായിരിക്കും ബെറ്റർ. അപ്പം നമ്മൾ നേരെ ബസ്സിൽ കയറാൻ പോകും. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടൈസി എയർപോർട്ടിൻ്റെ ടിബിളിസി പോകാൻ 2 ഓപ്ഷനുണ്ട്. 1 ഈസ് നമുക്ക് നടന്നു പോകാം. സെക്കൻഡ് അല്ലെങ്കിൽ നമുക്ക് ബസ് ഉണ്ടാവും. ടിബിളിസിക്ക് ഡയറക്റ്റ് 25 ജല്ലേ ഉള്ളൂ ഡയറക്റ്റ്. അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് പോകണം. ഇവിടുന്ന് നമ്മൾ ബസ്സുള്ളതുകൊണ്ട് ഇതാണ് നമ്മുടെ ടിക്കറ്റ്. നിങ്ങൾ ലഗേജ് ഇട്ടാ ഞങ്ങൾ കയറി സീറ്റ് റെഡി ചെയ്താൽ